കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉണർത്തുപാട്ട്, സിനിമകൾ ഒക്കെ ആവാം. പക്ഷെ ഇത് കാണുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. സാമൂഹ്യക്ഷേമ പെൻഷൻ, ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ കാലത്ത് 2-3 പെൻഷൻ കിട്ടുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പാവങ്ങൾ 1000 രൂപ 500 രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 2-3 പെൻഷൻ, ആ 2-3 പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ പെൻഷനാക്കി മാറ്റിയത്. ആ പെൻഷന്റെ സ്ഥിതി നമുക്കെല്ലാവർക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പോ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു. ഇപ്പം വരുമായിരിക്കും, ചിലപ്പോ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഇതുപോലെ ഉണ്ടായ കാലം ഉണ്ടായിട്ടില്ല. അഴിമതിയുടെ മന്ദിരങ്ങളിൽ വാടുന്ന മന്ത്രിമാർക്കും ഗവൺമെന്റിനും ഏറ്റവും സാധാരണക്കാരന്റെ ഹൃദയവിചാരങ്ങളും പ്രയാസങ്ങളും മനസ്സിലാവാതെ, അത് പാവപ്പെട്ട തൊഴിലാളികൾ, അത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായാലും പാവപ്പെട്ട കയർ തൊഴിലാളിയായാലും കശുവണ്ടി തൊഴിലാളി. ഇപ്പൊ ഞാൻ ചോദിച്ചയാളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരു കപ്പൽ മുങ്ങി ആലപ്പുഴയുടെ തീരത്ത്. മഹാരാഷ്ട്രയിൽ മുമ്പ് ഒരു കപ്പൽ അപകടം ഉണ്ടായി, ഞാനത് പഠിച്ചു. മഹാരാഷ്ട്രയിൽ കപ്പൽ അപകടം ഉണ്ടായപ്പോൾ ആ കപ്പൽ നിർമ്മാണ കമ്പനിക്കെതിരായിട്ട് സർക്കാർ കേസ് കൊടുത്തു. ഭീമമായ തുക അവരിൽ നിന്നും പിഴ ഈടാക്കി. അതുമൂലം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. 2010 എന്റെ ഓർമ്മ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പം പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തീരദേശത്ത് വറുതിയാണ്, പട്ടിണിയാണ് പാവങ്ങൾക്ക്. ഈ സർക്കാർ അനങ്ങിയോ? ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്തുകൊണ്ടാ കപ്പൽ കമ്പനിക്കെതിരായിട്ട് കേസുമായി മുന്നോട്ട് പോകുന്നില്ല? ആരുടെ താല്പര്യമാണ് ഈ സർക്കാർ സംരക്ഷിക്കുന്നത്? പാവപ്പെട്ടവന്റെ സംരക്ഷണമാണോ അതല്ലോ വൻകിട മുതലാളിമാരുടെ സംരക്ഷണമാണോ നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഇതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി ഇനിയും മടിച്ചിട്ട് കാര്യമില്ല. കെ.സി. വേണുഗോപാൽ UDF കൺവെൻഷനിൽ ക്ഷേമ പെൻഷന്റെ കുടിശ്ശികയെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന പ്രചാരണ ആയുധമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് നിലമ്പൂരിൽ ഇടതുപക്ഷ സഖാക്കൾ. സർക്കാർ കൊടുക്കുന്ന തുക പാവപ്പെട്ടവർക്ക്, സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതി കുടിശ്ശിക വരുത്തി സർക്കാർ ഇപ്പോഴും കൊടുക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷന്റെ ഒപ്പം വാർദ്ധക്യകാല പെൻഷൻ കൂടി കൂട്ടിയിരുന്നു. രണ്ടും കൂടി ചേർന്നാണ് ലഭിച്ചിരുന്നത്. 1500 രൂപയാണ് കൊടുത്തിരുന്നത്. മൾട്ടിപ്പിൾ പെൻഷൻ കിട്ടിയിരുന്നത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്കായിരുന്നു. പെൻഷൻ പരിഷ്കരണം എന്ന് പറഞ്ഞ് അത് 1 മാറ്റി. പിന്നീട് അത് 1000 രൂപയാക്കി കൊടുത്തു. പെൻഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്നുണ്ട്, പക്ഷേ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ്. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമാണ് സർക്കാർ തിരഞ്ഞെടുപ്പ് കാലത്ത് കാണുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് പ്രസംഗത്തിൽ പറഞ്ഞത്. കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവന സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്നും സാധാരണക്കാരുടെ ജീവിതത്തെ അദ്ദേഹം അപഹസിച്ചു എന്നുമാണ് സർക്കാരും നേതാക്കളും വ്യക്തമാക്കുന്നത്. ഈ പ്രസ്താവനയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പിണറായി സർക്കാർ ഉപയോഗിക്കുന്നത്. പിണറായി വിജയന്റെ പരാജയങ്ങൾ പറയുമ്പോൾ വളച്ചൊടിക്കരുത്. സത്യമാണ് വേദിയിൽ പറഞ്ഞത്. അതിന് മാപ്പ് പറഞ്ഞ് സഖാക്കളെ സുഖിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ പ്രസംഗം മുഴുവൻ നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. ഞാൻ നിലമ്പൂരിൽ പ്രസംഗിച്ചത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ്. ഒന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളിയോ കയർ തൊഴിലാളിയോ കശുവണ്ടി തൊഴിലാളിയോ അവർക്ക് കിട്ടുന്ന നാമമാത്രമായ പെൻഷൻ, അവരുടെ എത്രയോ വർഷങ്ങൾ അവർ കഠിനാധ്വാനം ചെയ്ത് പിരിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന വയസ്സുകാലത്ത് കിട്ടുന്ന പെൻഷൻ ഉണ്ടാവും. ആ പെൻഷൻ്റെ കൂടെ വാർദ്ധക്യകാല പെൻഷൻ്റെ അവർക്ക് ആനുകൂല്യം അതും കൂടെ കിട്ടും. രണ്ടും കൂടെ കൂടിയാലും 1500 രൂപയെ വരത്തുള്ളൂ. ആ പെൻഷൻ മൾട്ടിപ്പിൾ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായവരാണ്. അവരെല്ലാം പാവപ്പെട്ടവരാണ്. അത് പെൻഷൻ പരിഷ്കരണമെന്ന് പറഞ്ഞ് അതിനെ ഒന്നാക്കി മാറ്റി.
ഒരു പെൻഷൻ. എന്നിട്ട് 1000 രൂപയാക്കി കൊടുത്തു. എന്തിനാണ് 1000 രൂപയ്ക്ക് കൊടുത്തത്? ഞങ്ങൾ കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കും. പ്രകടന പത്രികയിൽ അവരുടെ വാഗ്ദാനമായിരുന്നു എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ കൊടുത്തിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് 6-7 മാസം, ഇപ്പം ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, 6-7 മാസത്തെ കുടിശ്ശികയുടെ 2 കുടിശ്ശിക തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് കൊടുത്തത്. ഇപ്പോൾ ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് ഈ പുതിയ ഒരു കുടിശ്ശികയുടെ ഓർഡർ കേരള ധനകാര്യമന്ത്രിയുടെ ഉത്തരവ്. അതിൽ തന്നെ പറയുന്നു 1 മാസത്തെ കുടിശ്ശിക ഇതിൻ്റെ കൂടെ കൊടുക്കും. ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കാലത്ത് ഉന്നയിച്ചിരുന്നു, നിയമസഭകളിൽ പലപ്പോഴും ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പെൻഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ്. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തിരഞ്ഞെടുപ്പ് കാലമാണ്. ആ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പാവപ്പെട്ടവർക്കായി നൽകാൻ ഉദ്ദേശിച്ച ആ പെൻഷനെ നിങ്ങൾ പരിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ഈ പെൻഷൻ കുടിശ്ശികയ്ക്ക് എന്താണ് കുടിശ്ശിക കൊടുക്കാനുള്ള പ്രയോറിറ്റി എന്താണെന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം. അതിനെ വളച്ചൊടിച്ച് ആ ഒരു ഭാഗം മാത്രം വളച്ചൊടിച്ച് ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന? മറുപടി പറയണം. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയേണ്ട കാര്യമുണ്ട്. എത്ര കോടി കുടിശ്ശികയുണ്ട് നമ്മുടെ ക്ഷേമനിധി ബോർഡുകൾക്ക് കൊടുക്കാൻ? എല്ലാ ക്ഷേമനിധികളും പാവപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമനിധിയല്ലേ? ഇപ്പോൾ പാവപ്പെട്ട തൊഴിലാളികൾ വർഗ പാർട്ടിയാണെന്നല്ല പറയുന്നത്. നമ്മുടെ ക്ഷേമനിധി ബോർഡുകളിൽ മാത്രം ഒരു സമ്പാദത്തിന് തയ്യാറാകും കൊടുക്കാനുള്ള കുടിശ്ശിക എത്രയാണ്? തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, എല്ലാത്തിനും കുടിശ്ശികയല്ലേ? നെൽകൃഷിക്കാരന് അവൻ്റെ നെല്ല് വിറ്റാൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എത്ര നാളായി അതിനുവേണ്ടി സമരം ചെയ്തത്? നെൽകാർഷിക എന്തിനേറെ പറഞ്ഞ് മൃഗങ്ങൾ കൊന്ന് മനുഷ്യന്മാരുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിന് സമയത്തിന് കൊടുക്കാൻ ഇവർ തയ്യാറാവുണ്ട്. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടാക്കി അത് സമയത്തിന് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഇത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയെ സാമ്പത്തിക രംഗത്ത് അവർക്കുള്ള പ്രയോറിറ്റി വേറെ ചില കാര്യങ്ങളാണ്. സർക്കാരിൻ്റെ PR-ന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് പണം ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ പടം വെച്ച വാർത്തകൾ എല്ലാ ദിവസവും കാണാനുണ്ട്. അതിന് പണത്തിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചതിനെ അവർക്ക് ജാള്യത ഉണ്ടായതിന് പുറത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർ മറുപടി പറയട്ടെ.